അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഏഴാറ്റുമുഖം എത്തി. ഏഴാറ്റുമുഖം നമ്മൾ പാലത്തിലേക്ക്, തൂക്ക് പാലം ഏകദേശം ഹൈറ്റ്, നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഉച്ചരായതുണ്ട് ആൾക്കാരൊന്നും അതിൽ. പിന്നെ തന്നെയല്ല വെള്ളം അല്ല, അങ്ങോട്ട് പോകണില്ല. ഞാൻ ഇവിടെ ടിക്കറ്റ് അവിടെ നിന്ന് എടുത്താണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വരെ നിൽക്കാൻ പറ്റില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളവിടെ കയറിപ്പോയിക്കും രണ്ട് ആൾക്കാർ. ഇത് എക്സിറ്റും എൻട്രൻസും വേറെ വേറെ ഇത് പകുതി ആക്കി വെച്ചാണ്, ഹാഫാണ്. അത് രണ്ട് സൈഡിലേക്കും ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതാണ് നിലവിൽ തൂക്കുപാലം. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കുപാലത്തിലേക്ക് ഇങ്ങനെ വന്ന് കയറിയപ്പോൾ ഫസ്റ്റ് ടൈമാണ്. അതാണ് ഏഴാറ്റുമുഖം തൂക്കുപാലം. ഇതാണ് കേട്ടോ. ഇത് ആടോട്ടെ ശരിക്കും ആൾക്കാർ ഒരു പരിധി ഉണ്ട്, അതിൽ കൂടുതൽ ആൾക്കാരെ കയറ്റില്ല. കാരണം ഇനിയിപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ആൾക്കാർ കൂടും. ഇപ്പം നിലവിൽ വെള്ളമില്ല, മെയിനായിട്ട് അതാണ്. അവിടെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഉണ്ട്. സൈഡൊക്കെ നല്ല ഇതായിട്ട് പിടിപ്പിച്ചു, താഴെ വീഴുന്നില്ല. എന്നാലും സൂക്ഷിച്ച് ഒക്കെ ഇത് ചെയ്യണം. ഇപ്പോൾ നിലവിൽ വെള്ളം ഇല്ല ആണ്. രണ്ട് സൈഡിലേക്ക് വെള്ളം വളരെ കുറവായിരിക്കും, നിറഞ്ഞ് വടിഞ്ഞ് ഇങ്ങോട്ട് പോരും, മഴയില്ലാത്തതുകൊണ്ട് ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആടുന്നുണ്ട്. കാരണം ഒരു സൈഡിൽ കൂടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ആടുന്നുണ്ട്. ഇവിടെ എന്നിട്ട് പറയുക ഒന്നുമില്ലടാ, അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളം നിറഞ്ഞ് പോട്ടെ. ഇവിടെയൊക്കെ ഉണ്ടോ? ഇവിടെ എത്രയും ഇത് വെള്ളം ഇങ്ങനെ വേണ്ടി ഇതൊക്കെ നിറഞ്ഞ് വടിഞ്ഞ് പോട്ടോ, നിറഞ്ഞ് വടിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇത്രയും അവിടെ ഒരു കോള് വന്നങ്ങനെ നിർത്തിയാണ് ഇത് ആണ്. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും തിരക്ക് കൂടും. കാരണം ഇനിയിപ്പോൾ ഇതിപ്പോൾ ഉച്ചവര ആയതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഇത് കൂടും ആണ്. ഇപ്പോൾ ഇവിടെ നിലവിൽ വെള്ളമില്ല രണ്ട് സൈഡ്. ശരിക്കും നമ്മൾ ഓടാൻ പറ്റും, നടന്ന് തന്നെ പോകണം. കഴിച്ചിട്ട് ആടും, ശരിക്കും നല്ല ആട്ടം വരും. പിന്നെ ഇത് കുലിക്കാതെ തന്നെ നമ്മൾ അങ്ങനെ കുലുക്കല്ല, കുറച്ച് 2-3 ആൾക്കാരാകുമ്പോഴേക്കും ഉണ്ട്. അപ്പോൾ ആ ചെക്കന്മാർ കൊച്ചങ്ങൾ ഓടുമ്പോൾ തന്നെ ഇത് കുലുങ്ങണം. ശരിക്കും ഇതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു തൊട്ടടുത്ത് മാക്സിമം നമ്മൾ പിടിക്കാനായിട്ട് എത്തായിരിക്കും. ശരിക്കും ഒരു നല്ലൊരു പൊക്കമുള്ള ആൾക്ക് എത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴാറ്റുമുഖം. ഇവിടെ ഭയങ്കര വെള്ളമായിട്ട് ഒന്നും കാണാം. ഇതൊക്കെ നിറഞ്ഞിപ്പം ഒരു മതിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ ഒരു മതിൽ കെട്ടി വെച്ചുകൊണ്ട് അത് വെള്ളം അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ്. അതിന് മാത്രം വെള്ളം ഇവിടെ നിറഞ്ഞു നിൽക്കും. അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ പിള്ളേർക്ക് ഇറങ്ങാനും കുളിക്കാതെ പറ്റും, പക്ഷേ പിന്നീട് ഇത് പറ്റില്ല. അപ്പോൾ ഇതാണ് നിലവിൽ നമ്മുടെ ഏഴാറ്റുമുഖം തൂക്കുപാലം. ഓക്കെ, ഇതിപ്പോൾ നമ്മുടെ എൻട്രൻസ് വന്നത് 30 രൂപയാണ് ഒരാൾക്ക്. പിന്നെ 3 വയസ്സ് വരെ അങ്ങോട്ടുള്ള കുട്ടികൾക്ക് വേണ്ട, അത്രയേ ഉള്ളത്. നമ്മളിപ്പോൾ വന്നപ്പോൾ കൂടെ 2-3 ഫാമിലിക്കാർ വന്നപ്പോൾ പിള്ളേരുടെ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന മാതിരി ടിക്കറ്റ് എടുക്കണം. പിന്നെ ഏഴാറ്റുമുഖം സൈഡ് നമ്മൾ മുന്നൂർപ്പള്ളി ആ ഭാഗത്തു നിന്ന് വരാണെങ്കിൽ ഈ തൂക്കുപാലം താഴേക്ക് അപ്പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇത് ചാലക്കുടിയിൽ നിന്ന് വരുന്ന ഭാഗത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറെ ടിക്കറ്റ് എടുക്കണം. എന്നാലും അവിടെ കൂടുതൽ, പക്ഷെ അവിടെയാണ് കൂടുതൽ കാണാനും ഗാർഡനും ഫാമിലിനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ. ഇതാണ് ഏഴാറ്റുമുഖം പാലത്തിൻ്റെ നിലവിലെ അവസ്ഥ. അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതിൻ്റെ ഹൈറ്റാണ്. ഇത്രയും ഹൈറ്റ് സാധനം വെച്ചിട്ട് കമ്പി കെട്ടി വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ തുമ്പൂർ മൊഴി ഗാർഡൻ, അതാണ് അതിൻ്റെ പേര് വന്നത്. പിള്ളേർ കണ്ടുപിടിച്ച് അറിയാം. ഇതാണ് സിറ്റുവേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല, ഇത് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കണമെങ്കിൽ പൈസ. ഇവിടെ മറ്റേ ഗാർഡനാണ് കേട്ടോ. ഇത് മൊത്തം ഗാർഡനാണ്. അവിടെ പിന്നെ അധികം നമുക്ക് കാണാനായിട്ട്, ഞാനിപ്പോൾ ഇതൊന്ന് തൂക്കുപാലൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ.